Good morning. Good morning, ma'am. Good morning. സുഖാണോ എല്ലാവർക്കും? സുഖാണല്ലേ? വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചോ സതിര? ഓക്കെ. എന്തായിരുന്നു പരിപാടി? കേക്കൊക്കെ കട്ട് ചെയ്തോ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇനി 6th തുടങ്ങിയല്ലോ എടുക്കേണ്ടത്. സിക്സ്ത് നോക്കിയേ. Percentage of impatients developing adverse drug reaction. Impatients ആരാണ്? Impatients ആരാ? Impatients അഡ്മിറ്റ് ആയ പേഷ്യൻസ് അല്ലെ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്? എന്താണ്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. 5 പറഞ്ഞു കഴിഞ്ഞു. ഇനി 6th ആണ് പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോ ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ്, അല്ലെങ്കിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിനെയാണ് നമ്മള് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഇൻപേഷ്യൻസിനെ അവിടെ കിടത്തി ചികിത്സിക്കുമ്പോ അവരുടെ ബോഡിയിലേക്ക് നമ്മള് ഡ്രഗുകൾ കൊടുക്കാറുണ്ട് അല്ലെ? ബോഡിയിലേക്ക് ഡ്രഗുകൾ അല്ലെങ്കിൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി എന്താണ് വിചാരിക്കുന്നത്? ടോക്സിക് ആണെന്ന്, വിഷാംശമാണെന്ന് വിചാരിച്ചിട്ട് ബോഡി അതിനെ റിയാക്ട് ചെയ്യാറുണ്ട്. ഡ്രഗ് റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. നോക്കിയേ. Adverse drug reaction is a response to a drug which is toxic. അല്ലെ? ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷാംശം. And unintended and which happens as normally used in. ചാപ്റ്റർ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കോ? ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. Thus normally used in man for prophylaxis. എന്താണ് prophylaxis എന്ന് പറഞ്ഞാല്? prophylaxis എന്താ? prophylaxis എന്താണ്? prophylaxis രോഗനിവാരണം. ഓക്കെ. രോഗനിവാരണം. ഡയഗ്നോസിസ് അറിയാലോ. ഡയഗ്നോസിസ് എന്താ? ഡയഗ്നോസിസ് രോഗനിർണയം or therapy of diseases for the modification of physiologic functions. എന്താ പറയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻപേഷ്യൻസിന് ഡ്രഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി എന്തായിട്ടാണ് കണക്കാക്കുന്നത്? അത് ടോക്സിക് ആണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വിഷാംശമാണെന്ന് ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻസ്, അവരുടെ ബോഡിയിൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിവാരണത്തിനോ അല്ലെങ്കിൽ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്താണ് ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ ആണ് നമ്മളിങ്ങനെ ഡ്രഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അത് ബോഡി എന്തായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? അത് ടോക്സിക് ആണെന്ന് വിചാരിച്ചിട്ട് ബോഡി ആക്ഷൻസ് അല്ലെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് എന്തായിട്ടാണ് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചിലവർക്ക് എന്താണ്, ഇപ്പോ അലർജി ഒക്കെ വരുന്നില്ലേ? അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അലർജി ചില മരുന്നുകൾ കൊടുക്കുമ്പോ അലർജി ആയിട്ട് വരുന്നില്ലേ? റിയാക്ട് ചെയ്യുന്നില്ലേ ശരീരം? അതൊക്കെ എന്താണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ.
ഫോർമുല എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് അല്ലെ. അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്റെ ഡ്രഗ് റിയാക്ഷൻ ഉണ്ടായ പേഷ്യൻസ് എത്ര എണ്ണമാണ്, അല്ലെങ്കിൽ അവരുടെ ടോട്ടൽ എണ്ണം. അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകുമല്ലോ, അവരുടെ എല്ലാം ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്. അവിടെ ആ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100 ചെയ്താൽ ഇതിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടുന്നു. മനസ്സിലായോ? ഫോർമുല ഒന്നും കൂടി പറയാം. എന്താണ്? അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് ഈ എങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകും, അവരുടെ എല്ലാം ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? 6th വണ്ണിൽ എന്താ പറഞ്ഞത്? കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്, ഇൻപേഷ്യൻസിന് എന്താണ്? എല്ലാ പേഷ്യൻസിനും വരില്ല കേട്ടോ, ചില പേഷ്യൻസിന് വരില്ലേ അലർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതാണ് കേട്ടോ പറയുന്നത്. എല്ലാ പേഷ്യൻസിനും വരണമെന്നില്ല. ചില പേഷ്യൻസിനൊക്കെ അലർജി, ചൊറിച്ചില് അല്ലെങ്കിൽ തടിച്ചു പൊങ്ങുക അങ്ങനെയൊക്കെ വരാറില്ലേ ചില ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമ്പോ, ചില മെഡിസിൻസ് കൊടുക്കുമ്പോ. എല്ലാ പേഷ്യൻസിനും വരില്ല കേട്ടോ. ഓക്കെ, അപ്പോ 6th വണ്ണിൽ പറഞ്ഞത് എന്താണ്? കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് നമ്മള് മരുന്നുകൾ കൊടുക്കുമ്പോ അവരുടെ ബോഡി ടോക്സിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെ, വിഷാംശമാണെന്ന് ധരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയില് റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ മരുന്നുകൾ കൊടുക്കുന്നത്? രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ രോഗനിർണയത്തിനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുന്നതുമായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ആയിരിക്കാം മരുന്നുകൾ കൊടുക്കുന്നത്. പക്ഷെ എന്താണ്? ബോഡി അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുലയാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായ ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ കിടന്ന് ചികിത്സിക്കുന്ന ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, 7th വൺ നോക്കിയേ. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. എന്താണ് OT? OT എന്താ? OT ഓർമ്മയുണ്ടോ? OT എന്താ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവ്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കണക്കാക്കുന്നത്. ഓരോ പേഷ്യൻസിനും എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്യാതെ അവരെ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. Okay, unplanned return to the OT is defined as any secondary procedure needed for a complication that results directly from the index operations during the same admission. അപ്പോൾ എന്താണ് പറയുന്നത്? അഡ്മിഷന്റെ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞു, അതിനുശേഷം ആ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകുമ്പോ തിരിച്ചെവിടേക്ക് തന്നെ കൊണ്ടുവരുന്നത്? എവിടേക്കാ കൊണ്ടുവരുന്നത്? എവിടേക്ക് കൊണ്ടുവരും? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ കൊണ്ടുവരും അല്ലെ. അപ്പോ അവിടേക്ക് കൊണ്ടുവരുന്നതിന്റെ പെർസെന്റേജ് അൺപ്ലാൻഡ് ആയിട്ടുള്ള കേട്ടോ. ഇവിടെ പറയുന്നത് എന്താണ്? പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട അൺപ്ലാൻഡ് ആയിട്ടുള്ള റിട്ടേണിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കണക്കാക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഡിബ്രീഡിമെന്റ്. ഡിബ്രീഡിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഹെൽത്തി ടിഷ്യൂസ്. അവിടെ ഒന്ന് കുറിച്ച് വെച്ചോളൂ കേട്ടോ. ഡിബ്രീഡിമെന്റ് എന്ന് പറഞ്ഞാല് അൺഹെൽത്തി ടിഷ്യൂസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. അൺഹെൽത്തി ടിഷ്യൂസ്
റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഡീബ്രീഡിമെന്റ്. അതുപോലെ തന്നെ എന്താണ് സെക്കൻഡറി സ്റ്റിച്ചറിങ്. സെക്കൻഡറി സ്റ്റിച്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മള് സ്റ്റിച്ച് ഇടുമ്പോ അത് പൊട്ടിപ്പോവാം അല്ലെ, പൊട്ടിപ്പോവാം. അപ്പൊ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് അത് തുന്നി വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുറിവിൽ എന്തെങ്കിലും പഴുപ്പ് അനുഭവപ്പെടുമ്പോ എന്താണ് തിരിച്ചു അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പഴുപ്പൊക്കെ മാറ്റി മരുന്നൊക്കെ വെച്ച് വീണ്ടും തിരിച്ചു കെട്ടി വിടാറില്ലേ? അതെന്താണ് അൺപ്ലാൻഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് അല്ലെ, നമ്മൾ എന്താണ് പ്ലാൻ ചെയ്യാതെയുള്ള റിട്ടേൺ ആണ്. അതുപോലെ തന്നെ എന്താണ് എംബോലക്ടോമി. അതെന്താ പറയുന്നത്? എംബോലക്ടോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിലെ എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ അനുഭവപ്പെടുമല്ലോ. നമ്മളിപ്പോ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ബ്ലഡ് വെസൽസ് അറിയാലോ. എന്താണ് ബ്ലഡ് വെസൽസ്? രക്തക്കുഴലുകൾ അല്ലെ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ രക്തം കട്ട പിടിക്കുകയോ എന്തെങ്കിലും അടങ്ങി കൂടി കിടക്കുകയോ സംഭവിക്കുമ്പോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഇത് എംബോലക്ടോമി എന്ന് പറയുന്നത് കേട്ടോ. രക്തക്കുഴൽ. ഇനി അതുപോലെ തന്നെ കിട്ടിയോ? ഡീബ്രീഡിമെന്റ്, സ്റ്റിച്ചറിങ്, എംബോലക്ടമി. ഓക്കെ ആണോ? ഇത്ര വരെയും എഴുതി വെച്ചോ കറക്റ്റ് ആയിട്ട്? ഇനി എന്താണ് ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ അല്ലെ. അനസ്തേഷ്യ ഒക്കെ കൊടുത്തു കഴിയുമ്പോ അവർക്ക് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എവിടേക്കാണ് കൊണ്ടുവരുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതെല്ലാം ഈ പ്രൊസീജിയർ എല്ലാം എന്താണ് അൺപ്ലാൻഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് അല്ലെ. നമ്മള് എന്താണ് പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട്. അപ്പൊ അതിന്റെ ശതമാനം ആണ് ഇവിടെ കണക്കാക്കുന്നത്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? നമ്മൾ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞതിന് ശേഷം എന്താണ് അൺപ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പൊ രക്തക്കുഴലുകളിൽ കട്ട പിടിക്കുന്നത്, അതൊക്കെ എന്താണ് നമ്മള് പ്ലാൻ ചെയ്യാതെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റിച്ചൊക്കെ പൊട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ മുറിവിൽ പഴുപ്പുണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്യാതെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് വരാതെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടാമതായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. നോക്കിയേ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT അല്ലെ. അൺപ്ലാൻ ചെയ്യാത്ത പേഷ്യൻസിനെ കൊണ്ടുവരുന്നതിന്റെ ടോട്ടൽ നമ്പർ മനസ്സിലായോ? അതിന്റെ അൺപ്ലാൻഡ് ആയിട്ടുള്ള പേഷ്യൻസ് രണ്ടാമതിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്നു. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയെല്ലാം എക്സാമ്പിൾ പറഞ്ഞില്ലേ, അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോ രണ്ടാമതും അൺപ്ലാൻഡ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ number of patients who underwent surgery in the OT അല്ലെ. എന്താണ് ഓപ്പറേഷൻ തിയേറ്ററില് സർജറി കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടും. പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT ഇതിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടുന്നു. ഓക്കെ ആണോ ഫോർമുല? ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ. ഫോർമുലയാണോ പറയേണ്ടത് സുഷ? ഫോർമുല നോക്കിയേ. നമ്മൾ പറഞ്ഞില്ലേ എക്സാമ്പിൾ മനസ്സിലായില്ലേ സുഷയ്ക്ക്? എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോ ഇന്ന് ഈ എക്സാമ്പിൾ കാരണം ഈ റീസൺസ് കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം, അതാണ് നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. നമ്മള് വിചാരിക്കാതെ എന്താണ് സ്റ്റിച്ച് പൊട്ടുകയോ പഴുപ്പുണ്ടാകുകയോ എന്തെങ്കിലും രക്തക്കുഴലിൽ കട്ട പിടിക്കുകയോ എന്തെങ്കിലും അടിഞ്ഞുകൂടി കിടക്കുകയോ സംഭവിക്കുമ്പോ അവിടെ അവരെ എന്താണ് രണ്ടാമതും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പൊ അതിന്റെ ആ പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാതെ റിട്ടേൺ ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ സർജറി കഴിഞ്ഞവരുടെ എണ്ണം. സർജറി കഴിഞ്ഞ ടോട്ടൽ പേഷ്യൻസിന്റെ എണ്ണം ഇൻറ്റു 100. ഓക്കെ ആണോ? ഓക്കെ. ആ 6th ഉം 7th ഒന്ന് വായിച്ചു നോക്കിയൊന്ന് നമുക്ക്.
നന്നായിട്ട് പഠിച്ചു പോവാട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 6th ഉം 7th ഉം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആറാമത്തെ പറയണോ അല്ലെ? ആറാമത്തെ എന്താ പറയുന്നത്? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കിടത്തി ചികിത്സിക്കുന്ന രോഗികൾ അല്ലെ. അപ്പൊ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് അവരുടെ ബോഡിയിലേക്ക് നമ്മള് എന്താണ് മരുന്നുകൾ കയറ്റാറുണ്ട്. മരുന്നുകൾ കയറ്റുമ്പോ അവരുടെ ബോഡി ടോക്സിക് ആണെന്ന് വിചാരിച്ച്, വിഷാംശമാണെന്ന് കരുതി അവരുടെ ബോഡി പ്രതികരിക്കുന്നു. അതിന്റെ പെർസെന്റേജ് ആണ് 6th 1 പറയുന്നത്. ഇപ്പൊ എന്താണ് പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ രോഗനിവാരണം, അതുപോലെ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് തെറാപ്പി നടത്തുന്നതിനായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡിയിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇക്കാരണങ്ങളാല് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ബോഡി ആ മരുന്നുകൾ ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെതിരെ പ്രതികരിക്കുന്നു. അതിന്റെ പെർസെന്റേജ് ആണ് 6th 1 പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വൈസ് ഡ്രഗ് റിയാക്ഷൻസ്. അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസില് എത്ര പേർക്കാണ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായത്? അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 100. മനസ്സിലായോ ഫോർമുല? ഓക്കെ ആണോ? 6th 1 രണ്ട് വായിച്ചു നോക്കിയോ? ക്ലിയർ ആണോ രണ്ട് കാര്യങ്ങളും? ഓക്കെ ആണ്. ഇനി 8th 1 നോക്കാം. 8th 1 നോക്കിയേ. Percentage of surgeries for the organization's procedure to prevent adverse events like wrong site, wrong patient and wrong surgery have been adhered to. എന്താണ് നമ്മള് സർജറി നടത്തുമ്പോ ചിലപ്പോ മാറിപ്പോവാം അല്ലെ. ഇപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് വരാം. അതുപോലെ പേഷ്യൻസിന് മാറിപ്പോവാം. സർജറി നടത്തുമ്പോൾ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ചില പേഷ്യൻസിനെ മാറിപ്പോയി വരാം. അങ്ങനെ പല റോങ് സർജറിയും ഉണ്ടായിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗിൽ ചെയ്യേണ്ടത് റൈറ്റ് ലെഗിൽ ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങളും മാറിപ്പോവും. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സർജറി നടത്തുമ്പോൾ ചില റോങ് സർജറീസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് 8th 1 കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഫോർമുല നോക്കാം. ഫോർമുല നോക്കിയേ. ഫോർമുല നമ്പർ ഓഫ് സർജറീസ് ഫോർ ദ പ്രൊസീജിയർ ആസ് ഫോളോഡ്. എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയ സർജറികളുടെ എണ്ണം. ഓക്കെ, തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയ സർജറിയുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്. അവിടെ സർജറി നടത്തിയ ടോട്ടൽ എണ്ണം, അവിടെ സർജറി അല്ലെ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, ആ ഹോസ്പിറ്റലിൽ നടത്തിയ ടോട്ടൽ സർജറീസിന്റെ എണ്ണം ഇൻടു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് അതിന്റെ പെർസെന്റേജ് കിട്ടും അല്ലെ. തെറ്റായ ആളുകൾക്ക് ചെയ്യുന്ന സർജറിയുടെ പെർസെന്റേജ് അവിടെ കിട്ടും. ഓക്കെ ആണോ? എന്താ ഫോർമുല പറഞ്ഞത്? നമ്പർ ഓഫ് സർജറീസ് where the procedure was as followed. തെറ്റായ പ്രൊസീജിയറിലൂടെ നടത്തിയ സർജറീസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ ടോട്ടൽ ആയിട്ട് പെർഫോം ചെയ്ത സർജറീസിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ ആണോ? 8th 1 ഓക്കെ ആണല്ലേ. ഇനി 9th 1 നോക്കിയേ. Percentage of transfusion reaction. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? പഠിച്ചിട്ടുണ്ടല്ലോ ബ്ലഡ് ബാങ്കില് പറഞ്ഞു തന്നിട്ടുള്ള അല്ലെ. ട്രാൻസ്ഫ്യൂഷൻ എന്താ? ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ.
എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ? ബ്ലഡ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല് ബ്ലഡ് ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ഡോണർ അല്ലെ, ഡോണറിൽ നിന്ന് റെസിപ്പിയൻ ബോഡിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഡോണർ റെസിപ്പിയന്റും. ഇനി ചില ആളുകളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയാക്ഷൻസ് സംഭവിക്കാറുണ്ട് അല്ലെ. അനുയോജ്യമല്ലാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അനുയോജ്യമില്ലാത്ത ബ്ലഡുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാറുണ്ട്? റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നോക്കേ, any hostile reaction to the transfusion of blood or blood components should be considered as transfusion reaction. അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ട് ചെയ്യാറുണ്ട് അല്ലെ. അതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. It may range from a mild allergic reaction including chills, rigors. അല്ലെ, എന്താണ്, ചിലപ്പോൾ എന്താണ് മൈൽഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ആവാം. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ എങ്ങനെയാവാം? to life threatening complications അല്ലെ. ലൈഫ് ത്രെട്ടണിങ്, ജീവന് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ജീവൻ പോകുന്ന തരത്തിലുള്ള അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. മൈൽഡ് ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസും അതുപോലെ തന്നെ ലൈഫ് ത്രെട്ടണിങ് കോംപ്ലിക്കേഷൻസുമാണ് ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നത്. ഇനി മൈൽഡ് അലർജിക് റിയാക്ഷൻസ് എന്താണ്? ചിൽ, റിഗോസ് അല്ലെ. എന്താ പറയുന്നത്? ചിലപ്പോ ഇങ്ങനെ ബ്ലഡ് കയറ്റുമ്പോ അവിടെ എന്താണ്, അവർക്ക് തണുപ്പ് അനുഭവപ്പെടും. ആ തണുപ്പ് അനുഭവപ്പെട്ട് അതുവഴി അവർക്ക് എന്താണ്, വിറയൽ സംഭവിക്കുന്നു. അതാണ് ചിൽ, റിഗോസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ആദ്യം ബ്ലഡ് കയറ്റുമ്പോൾ എന്താണ്, അവർക്ക് തണുപ്പ് അനുഭവപ്പെടും, അതിനുശേഷം വിറയല്, പനി ഇതൊക്കെ ഉണ്ടാവും. ഇനി എന്താണ്, life threatening complications such as TRALI and graft versus host diseases. എന്താണ് TRALI എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ TRALI? TRALI അറിയോ എന്താണെന്നുള്ളത്? ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. TRALI അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് പറയുന്നത് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ related acute lung injury. Transfusion related acute lung injury. എന്താണ് TRALI എന്ന് പറഞ്ഞാല്? ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സില് അല്ലെ, ലങ്സില് പെട്ടെന്ന് വരുന്ന ഇഞ്ചുറിയാണ് TRALI എന്ന് പറയുന്നത്. ലങ്സിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടി കിടക്കുന്ന അവസ്ഥ. ബ്ലഡ് കയറ്റുമ്പോ ലങ്സിൽ എന്താണ് ഉണ്ടാവുന്നത്? എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടി കിടക്കുന്ന അവസ്ഥ. അതിനെയാണ് TRALI എന്ന് പറയുന്നത്. ഓക്കെ ആണോ? TRALIയുടെ എക്സ്പാൻഡ് ഫോം എഴുതിയോ എല്ലാവരും? ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. ഓക്കെ, കിട്ടിയില്ലേ TRALI? ഇനി പറയണോ TRALI എന്താണെന്ന്? ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ഇഞ്ചുറി ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞു കൂടി കിടക്കുന്നു. ആ അവസ്ഥയെയാണ് TRALI എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ഗ്രാഫ്റ്റ് വെർസസ് ഹോസ്റ്റ് ഡിസീസസ് അല്ലെ. മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ കേട്ടിട്ടുണ്ടോ? മജ്ജ മാറ്റിവെക്കല്, ബോൺ മാരോ ട്രാൻസ്ഫ്യൂഷൻ അല്ലെ. ഓക്കെ, അവിടെ അങ്ങനെ മജ്ജ മാറ്റി വെക്കുമ്പോ കോംപ്ലിക്കേഷൻസ് വരുന്നതിനെയാണ് ഗ്രാഫ്റ്റ് വെർസസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് ശേഷം വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്.
ഇവിടെ എന്താണ്, മറ്റൊരാളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സ്റ്റെം സെൽസ് സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ബോഡി എന്താണ് അല്ലാന്ന്, നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലാന്ന് തിരിച്ചറിഞ്ഞിട്ട് ഫോറിൻ ആണെന്ന് കരുതി അല്ലെ, മറ്റൊരാളുടെ ആണെന്ന് കരുതിയിട്ട് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നു. അതിനെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സ്റ്റെം സെൽസ് സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ അല്ലാന്ന് കരുതിയിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ട്രാലിയം, ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസും ഒക്കെയാണ് അല്ലെ. കിട്ടാത്തവരുണ്ടോ? ഓക്കെ, ഇനി അതിന്റെ പെർസെന്റേജ് ഒന്ന് നോക്കിയേ. അതിന്റെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഫോർമുല നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ അല്ലെ, റിയാക്ഷൻസ് ഉണ്ടായ ടോട്ടൽ നമ്പർ, റിയാക്ഷൻസ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ റിയാക്ഷൻസ് ഉണ്ടായ അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് ട്രാൻസ്ഫേർഡ്, നമ്മള് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? എന്താണ്, നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോ റിയാക്ഷൻസ് ഉണ്ടായവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്കാണോ നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 8ഉം 9ഉം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ രണ്ട് കാര്യങ്ങളും? ഓക്കെ ആണ്, ഡൗട്ട് ഒന്നുമില്ല അല്ലെ? ഇനി നെക്സ്റ്റ് ഫോർമുല നോക്കിയേ. 10th വൺ, സ്റ്റാൻഡർഡൈസ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാല്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? മോർച്ചറിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. മരണനിരക്ക് അല്ലേ, ഡെത്ത് അല്ലെ, മരണനിരക്ക്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല് മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ്. അത് ICU ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ. നോക്കിയേ, standardized mortality ratio is the ratio for the preserved or actual mortality and the anticipated mortality for a specific time period. ഇവിടെ പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. ആക്ച്വൽ മോർട്ടാലിറ്റി, ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന മരണങ്ങൾ അല്ലെ.
യഥാർത്ഥമായ റിയൽ ആയിട്ടുള്ള എന്താണ് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ICUവിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവരെന്താണ് മരിക്കുമെന്ന് ഉറപ്പുണ്ടല്ലേ, സീരിയസ് ആയിട്ട് നല്ല കഠിനമായ സീരിയസ് കാണാൻ കിടക്കുന്നത് ICUവിൽ, അപ്പൊ എന്താണ് മരിക്കുമെന്ന്, യഥാർത്ഥത്തിൽ അവർ മരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് അല്ലെ, ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതീക്ഷിക്കുന്ന അല്ലെ, എന്താണ് പ്രതീക്ഷിക്കുന്ന, പ്രവചന അല്ലെങ്കിൽ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള. ഇപ്പോ എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ മറ്റേ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവൂലേ, വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞാൽ എന്തായാലും മരിക്കും എന്ന് ഉറപ്പാണ് അല്ലെ. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറയുന്നത്. ആക്ച്വൽ ആയിട്ടും ഇവിടെ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ആണ് ഇവിടെ നോക്കുന്നത്. ആക്ച്വൽ ആയിട്ട് പറയുന്നത് എന്താണ്, ICUവിൽ കിടക്കുന്ന പേഷ്യൻസ്, സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് മരിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളത് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ്, വെന്റിലേറ്റർ മാറ്റി കഴിഞ്ഞാല് അവർ മരിക്കുമെന്ന് ഉറപ്പുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU അല്ലെ, ആക്ച്വൽ ആയിട്ട് ICUവില് ആക്ച്വൽ ഡെത്ത് ആയിട്ട് സംഭവിക്കുന്ന അവരുടെ എണ്ണം, അതുപോലെ തന്നെ എന്താണ് പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള death in ICU into 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്, ICUവിൽ ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെയാണോ ഫോർമുല? ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളത് വെന്റിലേറ്റർ കേട്ടോ. പിന്നെ അതൊന്ന് എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, in ICU into 100. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ എന്താണ്, റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ്. എന്താണ് പറയുന്നത്, സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ എണ്ണം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ എണ്ണമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അതിന്റെ പെർസെന്റേജ് എന്താ പറഞ്ഞത്, സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന പേഷ്യൻസിന്റെ ശതമാനം. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. എക്സാമ്പിൾ നോക്കിയേ, ഇപ്പൊ ഒരു അടിവയറ് വേദന, അബ്ഡോമിനൽ പെയിൻ ആയിട്ട് ഒരു പേഷ്യൻസ് വന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട്. ആദ്യം എന്താണ് കാഷ്വാലിറ്റിയിലോട്ടല്ലേ വരുന്നത്, ഭയങ്കര കഠിനമായ വയറുവേദന ആയിട്ട് വരുന്നതാണ് കേട്ടോ. വരുമ്പോ എന്താണ് അവര് നോക്കിയിട്ട് അവർ എന്ത് ചെയ്യും, ഇഞ്ചക്ഷൻ എടുക്കും. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് വയറുവേദന കുറഞ്ഞു കഴിയുമ്പോ അവര് വീട്ടിലേക്ക് പോയി. അതിനുശേഷം പിന്നെയും പിറ്റേ ദിവസം എന്താണ് ഹോസ്പിറ്റലിലോട്ട് വന്നിരിക്കുന്നത്. എന്താണ് കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു, പിന്നെയും വയറുവേദന, കഠിനമായ വയറുവേദന. അപ്പോ തിരിച്ചു വന്നിരിക്കണല്ലേ, സെയിം റീസൺ ആയിട്ട് അവർ തിരിച്ചു വന്നു അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 72 മണിക്കൂറിനുള്ളിൽ വരുന്ന പേഷ്യൻസിന്റെ എന്താണ് ശതമാനമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. അങ്ങനെ സെയിം റീസൺ ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് വീണ്ടും 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം. ക്ലിയർ ആയോ? എക്സാമ്പിൾ മനസ്സിലായോ? ഓക്കെ ആണ്, എല്ലാവർക്കും ക്ലിയർ ആയി അല്ലെ? ഇനി നോക്കിയേ, അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കോംപ്ലിക്കേഷൻസ്. 72 മണിക്കൂറിനുള്ളിൽ സെയിം റീസൺ ആയിട്ട് വന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന ഫുൾ പേഷ്യന്റിന്റെ നമ്പർ ഓഫ് പേഷ്യൻസ് who have come to the emergency departmentilekku vanna patientsinte total number into 100. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, സിമിലർ കോംപ്ലിക്കേഷൻസ് ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്ന പേഷ്യൻസിന്റെ എണ്ണം, തിരിച്ചു വന്ന പേഷ്യൻസിന്റെ എണ്ണം കിട്ടും. ഓക്കെ ആണോ? എന്താ പറഞ്ഞത്, number of return to emergency within 72 hours with similar presenting complications. Similar presenting complications ആ സെയിം റീസൺ ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ
ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻറ്റു 100. കോംപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. അവിടെ പ്രസന്റ് കംപ്ലൈൻസ് തന്നെയാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കംപ്ലൈൻസ് തന്നെയാണ് മിസ് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. മനസ്സിലായില്ലേ? അത് ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. 10ഉം 11ഉം ജസ്റ്റ് ഒന്ന് വായിച്ചേ. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ഓക്കെ, ഇനി 12. ഓക്കെ കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. എന്താ പറയുന്നത്? എന്താണ് പ്രഷർ അൾസേഴ്സ്? അൾസേഴ്സ് എന്താണ് അൾസേഴ്സ്? അൾസേഴ്സ് എന്താ? വ്രണങ്ങള് കേട്ടിട്ടുണ്ടോ? വ്രണങ്ങള്, പൊട്ടുന്ന അവസ്ഥ. ഇപ്പോ കിടപ്പായ രോഗികളുടെ വ്രണങ്ങൾ അല്ലെ, കിടക്കുന്ന രോഗികളുടെ പുറം ഭാഗങ്ങൾ ഇങ്ങനെ വ്രണങ്ങൾ വന്നിട്ട് പൊട്ടുന്ന അവസ്ഥ കണ്ടിട്ടില്ലേ നിങ്ങള്? അതാണ് കേട്ടോ അൾസേഴ്സ് എന്ന് പറയുന്നത്. കിടപ്പ് രോഗികൾ അഡ്മിറ്റ് ആയ രോഗികളില് ഉണ്ടാകുന്ന, അവരിങ്ങനെ കിടപ്പ് തന്നെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അൾസേഴ്സ്, വ്രണങ്ങൾ സംഭവിക്കാം. അവരുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. ഈ പ്രഷർ അൾസേഴ്സ് പൊട്ടലുണ്ടാവുന്നത് കേട്ടോ. പ്രഷർ അൾസർ ഈസ് ലോക്കലൈസ്ഡ് ഇൻജുറി ടു ദ സ്കിൻ. എന്താ പറയുന്നത്? സ്കിന്നിൽ വരുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചുറി ആണ് എന്തെന്ന് പറയുന്നത്? പ്രഷർ അൾസർ എന്ന് പറയുന്നത്. or underlying tissue normally over only prominence as the result of pressure or pressure in consolidation with shiver and or frictions. എന്താ പറയുന്നത്? അവിടെ ഇങ്ങനെ എന്താണ്, പുറം ഭാഗങ്ങളിലാണ് ഇവർക്ക്, കിടപ്പ് രോഗികളിൽ അല്ലെ, അവർക്കാണ് പുറം ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ തൊലി ചില പൊട്ടുന്നത്, വ്രണങ്ങൾ ഉണ്ടാകുക, അങ്ങനെ സംഭവിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ചിലപ്പോ അവർ കൂടുതലും ആ ഭാഗത്ത് പ്രഷർ കൊടുക്കുന്നത് കൊണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചിലപ്പോ ചില ഷിവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മുറിവുകൾ ഉണ്ടാവാം അല്ലെ. അപ്പോ എന്താണ്, ചില കത്രികയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ചിലപ്പോ അവിടെ
പൊട്ടുന്നത് കൊണ്ടാവാം അങ്ങനെ വ്രണങ്ങൾ ഉണ്ടാകുന്നത്, പൊട്ടൽ സംഭവിക്കുന്നത്. അതുപോലെ എന്താണ് ഉരയുന്നത് കൊണ്ടാവാം, ബെഡ്ഷീറ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് ഉരയുന്നത് കൊണ്ടാവാം ഇങ്ങനെ വ്രണങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കിടപ്പ് രോഗികളില് വ്രണങ്ങൾ ഉണ്ടാകുന്നവരുടെ അല്ലെങ്കിൽ പൊട്ടൽ ഉണ്ടാകുന്നവരുടെ പെർസെന്റേജ് ആണ് 12th വണ്ണിലൂടെ കണക്കാക്കുന്നത്. പിന്നെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പെർസെന്റേജ് who developed new or worsening of pressure ulcer. എന്താ പറയുന്നത്? ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിൽ പുതിയതായിട്ട് പ്രഷർ അൾസർ ഉണ്ടായവർ അല്ലെ, ഡെവലപ്പ് ന്യൂ എന്നാ പറയുന്നത് അല്ലെ, പുതിയതായിട്ട് പ്രഷർ അൾസർ ഉണ്ടായവർ അല്ലെങ്കിൽ എന്താണ് ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് റോസണിങ് ആയിട്ടുണ്ട്, അവരുടെ ടോട്ടൽ എണ്ണം. ഓൾറെഡി ഉണ്ടായിട്ട് അത് കഠിനമായിട്ട് ആ വ്രണങ്ങള് കഠിനമായിട്ടുണ്ടായിട്ടുണ്ട്, ടോട്ടൽ എണ്ണം. അതെ ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ പേഷ്യൻസിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ് അല്ലെ, ആ ഡേയിൽ വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം ഇൻടു 1000. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? വ്രണങ്ങൾ ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ എണ്ണം നമുക്ക് കിട്ടുന്നു. എന്താ പറയുന്നത് ഫോർമുല? പുതിയതായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിൽ പുതിയതായിട്ട് ഈ പ്രഷർ അൾസർ അല്ലെ, വ്രണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് ആർക്കൊക്കെയാണ്? അവർ അല്ലെങ്കിൽ എന്താണ് ഓർ എന്താണ് ഓൾറെഡി ഉണ്ടായിട്ട് എത്ര പേർക്ക് അത് കഠിനമായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ പേഷ്യൻസിന്റെ എണ്ണം ഇൻടു 1000. ഓക്കെ ആണോ? ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, 13th വൺ നോക്കിയേ, catheter associated urinary tract infection rate. ഇപ്പോ എന്താണ് യൂറിനൊക്കെ പോവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്താണ് നമ്മൾ എന്താ ചെയ്തു കൊടുക്കുന്നത്? കത്തീറ്റർ അല്ലെ, പ്ലാസ്റ്റിക് ട്യൂബ് അവിടെ ഇട്ട് കൊടുക്കും അല്ലെ. എന്താണ് അങ്ങനെ യൂറിൻ പോവാനായിട്ട് തടസ്സമൊന്നുമില്ലാതെ പോവാനായിട്ട് അല്ലെ, യൂറിൻ പോവാനായിട്ട് തടസ്സമുള്ള ആളുകൾക്ക് നമ്മള് ചെറിയ പ്ലാസ്റ്റിക് ട്യൂബ് കത്തീറ്റർ ഇട്ട് കൊടുക്കും. അപ്പൊ അവിടെ വരുന്ന ഇൻഫെക്ഷൻ, എത്ര ആളുകൾക്ക് ആ ഇൻഫെക്ഷൻ ഉണ്ടായി, അതിന്റെ ശതമാനമാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? ട്യൂബ് ഇട്ട് കൊടുക്കും. യൂറിൻ പോവാനായിട്ട് ആളുകൾക്ക് ട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട്. മൂത്രം പോവാനായിട്ട് തടസ്സമുള്ള ആളുകൾക്ക് എന്താണ് ആ കത്തീറ്റർ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ആ കത്തീറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ചില ആളുകൾക്ക് ഇൻഫെക്ഷൻ സംഭവിക്കാറുണ്ട്. അവരുടെ ശതമാനമാണ് നമ്മൾ 13ാമത്തേതില് കണക്കാക്കുന്നത്. നോക്കിയ ഫോർമുല, നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് UTI ഇൻ എ മന്ത്. എന്താ പറയുന്നത് ഇവിടെ? എന്താണ് കത്തീറ്റർ യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആ മന്തിൽ ഉണ്ടായ കത്തീറ്റർ ഇട്ട് കൊടുത്ത ആൾക്കാരുടെ ടോട്ടൽ എണ്ണം. മനസ്സിലായോ? കത്തീറ്റർ യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുത്തവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ് ഇൻഫെക്ഷൻസ് ഉണ്ടായതാണ് കേട്ടോ. ഫസ്റ്റ് പറയുന്നത് എന്താണ്? യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുത്തപ്പോ ആ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായവരുടെ ആ മന്തില് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടായവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ഈ യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുത്തവരുടെ ആ മന്തില് യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുത്തവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഫോർമുല ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ്? യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുത്തപ്പോ ഇൻഫെക്ഷൻസ് ഉണ്ടായവരുടെ ടോട്ടൽ എണ്ണം ആ മന്തിലാണ് കേട്ടോ. മന്തില് എന്താണ് ടോട്ടൽ നമ്പർ ഇൻഫെക്ഷൻസ് ഉണ്ടായ കത്തീറ്റർ ഇട്ട് കൊടുത്തപ്പോ ഇൻഫെക്ഷൻസ് ഉണ്ടായവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ ആ മന്തിൽ തന്നെ യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുത്തവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 1000. കിട്ടിയോ ഫോർമുല? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചേ.
12 13 ഒന്ന് വായിച്ചു നോക്കിയേ. ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ഡൗട്ട് ഉണ്ടോ ഫോർമുലയില്? ഒന്നുകൂടി പറയണോ? യൂറിനറി ഇൻഫെക്ഷന്റെ ഫോർമുല പറയണോ? വേണ്ട. ഇനി 14th വൺ നോക്കിയേ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾ കിടത്തുമ്പോൾ ഏതെങ്കിലും പേഷ്യൻസിന് എന്താണ് ന്യൂമോണിയ വരാറുണ്ട് അല്ലെ? എല്ലാവർക്കും വെന്റിലേറ്റർ കിടക്കുന്ന എല്ലാ രോഗികൾക്കും ന്യൂമോണിയ വരണമെന്നില്ല. കുറച്ച് പേഷ്യൻസിന് എന്താണ് ന്യൂമോണിയ വരാം. അത്തരത്തിലുള്ള റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് വെന്റിലേറ്റർ associated pneumonia in a month divided by number of ventilator day in that month into 1000. എന്താ പറയുന്നത്? ഒരു മാസത്തില് വെന്റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്നവരുടെ ടോട്ടൽ നമ്പർ, ഒരു മാസത്തില് വെന്റിലേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ബന്ധപ്പെട്ട പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ സഹായത്തോടു കൂടി ആ മന്തിൽ കിടന്ന രോഗികളുടെ ടോട്ടൽ എണ്ണം 2000. ക്ലിയർ ആയോ? ഫോർമുല എന്താ പറഞ്ഞത്? ഒരു മാസത്തില് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി കിടന്ന രോഗികളിൽ ന്യൂമോണിയ വന്നവരുടെ ടോട്ടൽ എണ്ണം ഡിവൈഡഡ് ബൈ വെന്റിലേറ്ററിന്റെ സഹായം ഉപയോഗിച്ചവരുടെ ടോട്ടൽ നമ്പർ, ആ മന്തില് വെന്റിലേറ്ററിന്റെ സഹായം ഉപയോഗിച്ചവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 1000. ഓക്കെ ആണോ? ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് അല്ലെ? ഇനി എന്താണ്? ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് 14th വൺ. 14th വൺ നമ്മൾ പറഞ്ഞില്ലേ. ഇനി 15th വൺ നോക്കിയേ. സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്. എന്താണ് സെൻട്രൽ ലൈൻ? എന്താ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല്? അറിയോ സെൻട്രൽ ലൈൻ എന്താണെന്ന്? സെൻട്രൽ ലൈൻ എന്താ? അറിയോ എന്താണെന്ന്? സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് നമ്മള് മറ്റേ
രക്തപ്രവാഹം. ബ്ലഡ് സ്ട്രീം ആണ് പ്രവാഹം എന്ന് പറയുന്നത് കേട്ടോ. സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ് IV ക്യാനുല കേട്ടിട്ടില്ലേ? എന്താ ചെയ്യുന്നത് IV ക്യാനുല യൂസ് ചെയ്തുകൊണ്ട്? എന്താണത് ക്യാനുല? പേഷ്യൻസിന്റെ ഞരമ്പിൽ കൂടെ നമ്മൾ കെട്ടുന്ന എന്താണ് ക്യാനുല അല്ലെ? ട്രിപ്പ് ഇടാറില്ലേ നമ്മള്? അതുപോലെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെ എന്താണ് സെൻട്രൽ ലൈൻ എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. സെൻട്രൽ ലൈൻ എന്നാൽ എന്താണ്? ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. മനസ്സിലായോ? ലാർജ് വെയിൻ ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. എക്സാമ്പിൾ എന്താണ്? ട്രിപ്പ് ഇടുന്നത്. അതുപോലെ മെഡിസിൻ ഒക്കെ കയറ്റാറില്ലേ? അതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സെൻട്രൽ ലൈൻ എന്താണെന്ന്? ലാർജ് വെയിനിലേക്ക് ലോങ് തിൻ ട്യൂബ് പ്ലേസ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോ രക്തപ്രവാഹം അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലെ? കട്ടയൊക്കെ പിടിച്ചിങ്ങനെ കിടക്കാറില്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അത്? രക്തം ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോ പ്രഗ്നൻസി ടൈമിലൊക്കെ എന്താണ് ട്രിപ്പ് ഇടുമ്പോ ഒക്കെ അവിടെ ഇങ്ങനെ രക്തം ഇങ്ങനെ കട്ട പിടിച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെയുള്ള ഇൻഫെക്ഷൻസിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ ഇൻ ദ മന്ത്. ആ മന്തില് ഇങ്ങനെ സെൻട്രൽ ലൈൻ നമ്മള് ട്രിപ്പ് ഒക്കെ ഇടുമ്പോ ആ ബ്ലഡ് സ്ട്രീം രക്തപ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുള്ള ആളുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ട്രിപ്പ് ഇടുന്ന ആളുകളുടെ ടോട്ടൽ നമ്പർ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ആ മന്തില് എന്താണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ടോട്ടൽ നമ്പർ ഇൻടു 1000. അപ്പൊ എന്ത് കിട്ടും? ഇൻഫെക്ഷൻസ് ഉണ്ടായ ആളുകളുടെ റേറ്റ് അല്ലെങ്കിൽ ആ നമ്പർ നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? മനസ്സിലായോ? സെൻട്രൽ ലൈൻ മനസ്സിലായില്ലേ? നമ്മള് ട്രിപ്പ് ഇടുന്നത് കേട്ടോ, മറക്കരുത്. ഓക്കെ ആണോ? മിസ് ഒന്നുകൂടി പറയണോ? ഫോർമുല പറയണോ? ഓക്കെ അല്ലേ? ഇത് ഇത്രയും ഒന്നുകൂടി പറയണോ? എന്താണ് സെൻട്രൽ ലൈൻ പറയണോ? മനസ്സിലായില്ലേ? എന്താണ് ട്രിപ്പ് ഇടുമ്പോ അവിടെ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്പർ ഓഫ് സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് ഇൻ എ മന്ത്. ആ മന്തില് ഇങ്ങനെ നമ്മൾ ട്രിപ്പ് ഒക്കെ ഇടുമ്പോ അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ഒക്കെ ചെയ്യുമ്പോ എന്താണ് ബ്ലഡ് സ്ട്രീമില് രക്തപ്രവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ആളുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ഇങ്ങനെ സെൻട്രൽ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രിപ്പ് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ആ മന്തില് ചെയ്യുന്ന ആളുകളുടെ ടോട്ടൽ നമ്പർ ഇൻടു 1000. ഓക്കെ, കിട്ടിയോ മോളെ സുഷ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കി വരണം കേട്ടോ. ഫോർമുല നോക്കാം. ഫോർമുല ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു ഇത് പറഞ്ഞിട്ടില്ലേ മിസ്? എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്ന് ഹെഡിങ്ങിൽ ഉണ്ടാവും കേട്ടോ. മനസ്സിലായിട്ടില്ലേ ട്രിക്ക്? തിൻ ട്യൂബ് ആണ് കേട്ടോ. ലോങ് തിൻ ട്യൂബ്. പിന്നല്ലേ? പിന്നല്ല, തിൻ TIN. കിട്ടിയില്ലേ സാദിര? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ, താങ്ക് യു.